ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാനസ വന്നിട്ട് ആന്റിയമ്മയോടും ദേഷ്യം കാണിക്കുകയാണ്. എല്ലാവരെയും ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു, അതിന്റെ ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നതെന്നെല്ലാം പറയുമ്പോൾ നിന്റെ വിഷമങ്ങളെല്ലാം എനിക്ക് അറിയാമെന്ന് പറയുന്ന ആന്റിയമ്മയോട് ആന്റിയമ്മയ്ക്ക് എന്തറിയാമെന്ന, എന്റെ ജന്മം ഒരു ഗതികെട്ട ജന്മമാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞ് താലി കെട്ടാൻ അപേക്ഷിച്ച് ചെറുക്കന്റെ പുറകെ നടക്കേണ്ടി വരിക. അയാളാണെങ്കിലോ മറ്റൊരു പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടി അവളുടെ പുറകെ നടക്കുന്നു. മടുത്തു എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുകയാണ്. ഇതേസമയം ആന്റിയമ്മ മാനസയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരു വഴി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മാനസ ചോദിക്കുക, എന്ത് വഴി ഉണ്ടാവുമെന്നാ? വഴിയുണ്ടാവും, പെരുവഴി. അത് തന്നെ. ഇവർ തമ്മിൽ അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് സാഗറും സുജാതയും കൂടെ അങ്ങോട്ട് വരുന്നത്. സാഗറാണെങ്കിലും മാനസയോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയെന്ന്. നീ എവിടെയെങ്കിലും വീണതാണോ? മാനസയാണെങ്കിലും അത് സമ്മതിച്ചുകൊണ്ട്, അതെ, ഞാൻ ബാത്റൂമിൽ വീണതാ. അത് കേട്ട് മാനസയോട് സൂക്ഷിക്കണ്ടെന്ന് പറയുന്നുണ്ട് സുജാത. അപ്പൊ മാനസ സുജാതയോട് പറയും, സത്യം പറഞ്ഞ മനസ്സിന് ഒരു സുഖമില്ല ആന്റി. മനസ്സ് ശരിയല്ലെങ്കിൽ നമുക്കൊരു ശ്രദ്ധക്കുറവ് വരുമല്ലോ, അങ്ങനെ പറ്റിയതാ. പിന്നെ ഞാൻ ആന്റിയോടും അങ്കിളിനോടും ആന്റിയമ്മയോടും ഒക്കെ സോറി പറയാൻ ഇങ്ങോട്ട് വന്നത്. ഓണാഘോഷത്തിനിടയിൽ നടന്ന പ്രശ്നങ്ങൾ വാസ്തവത്തിൽ അച്ഛനൊന്നും അറിയില്ലായിരുന്നു. കാര്യങ്ങൾ ഈ രീതിയിലാണെന്ന് അറിഞ്ഞപ്പോ അച്ഛനല്ല, അച്ഛന്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ശരി തകർന്നു പോകുമല്ലോ. സങ്കടം സഹിക്കാൻ പറ്റാതെയാ അച്ഛൻ ഇറങ്ങിയത്. എനിക്കും അമ്മയ്ക്കും കൂടെ ഇറങ്ങേണ്ടിയും വന്നു. ഇവിടുത്തെ ഓണാഘോഷങ്ങളൊക്കെ ഞങ്ങൾ കാരണം മുടങ്ങിപ്പോയി, സോറി. എന്നാൽ ഇത് കേട്ട് സുജാത, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, തെറ്റ് ഞങ്ങളുടെ ഭാഗത്താ. ഞങ്ങൾക്കറിയാം ഇപ്പൊ തന്നെ നീ ഒരുപാട് സഹിക്കുന്നുണ്ടെന്ന്. മോളുടെ സങ്കടം എത്രയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സുജാത ഇങ്ങനെയെല്ലാം പറയുന്നത് മാനസയെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവരുടെ സഹതാപം പിടിച്ചെടുക്കണമെങ്കിൽ ഒരു കരച്ചിൽ കൂടെ അത്യാവശ്യമാണെന്ന്. അങ്ങനെയും ചിന്തിച്ച് മാനസ കരയാൻ തുടങ്ങുകയാണ്. മാനസയുടെ ഈ കള്ളക്കരച്ചില് വീണു പോകുന്നുണ്ട് സാഗരം സുജാതയാണെങ്കിലും. ആന്റിയമ്മയോ, ഇപ്പോ മോളെ നീ ഇങ്ങനെ കരഞ്ഞു, അങ്ങനെയും കൂടെ കരയിപ്പിക്കല്ലേ. ദേ അനിയൻകുട്ട സുജു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് എന്ത് വേണമെന്നാ ആലോചിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് ജയമോഹനെ കാണണം, എല്ലാം തുറന്ന് സംസാരിക്കണം. ഉടനെ തന്നെ മാനസയും കൃഷ്ണൻ തമ്മിലുള്ള വിവാഹം നടത്തണം. സുജാതയാണെങ്കിലും സാഗരനെ നിർബന്ധിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ജയമോഹനെ വിളിക്കാനും എന്നിട്ട് കല്യാണക്കാര്യം തീരുമാനിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരികയാണെന്നും പറയാൻ. എന്നാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു കൃപ അവിടെ നിന്നിട്ട് ഉറക്കെ പറയാ, അച്ഛ, അമ്മേ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, കൺമണിക്ക് ജാമ്യം കിട്ടി. അതറിയുന്നതും സാഗറിനും സുജാതയ്ക്കും ഒക്കെ സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ആന്റിയമ്മയുടെയും മാനസയുടെ ഒക്കെ മുഖം വാടും. കൺമണിയെ കുറിച്ച് സുജാത പറയും, പാവം, കാര്യം എന്തോ ആയിക്കോട്ടെ, ഓണ ദിവസമായിട്ട് നമ്മുടെ കൺമണിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പോയതല്ലേ കൺമണി. അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്നൊക്കെ അറിഞ്ഞതും ഒത്തിരി സങ്കടമായി. ഏതായാലും ഇപ്പൊ എനിക്ക് ആശ്വാസമായെന്ന്. സാഗറും അപ്പോ സുജാത പറഞ്ഞ പോലെ തന്നെ, അതെ, ചില കാര്യങ്ങളിൽ കൺമണിയുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഓണ ദിവസത്തെ സംഭവം വല്ലാത്ത വിഷമം ഉണ്ടാക്കി. എന്തായാലും ജാമ്യം കിട്ടിയല്ലോ, സന്തോഷമായി. ഇതേ സമയം കൃപ വന്നിട്ട് പറയാ, ജാമ്യം കിട്ടില്ലെന്ന് കരുതി ചിലരൊക്കെ സന്തോഷിച്ച് കാണും. പക്ഷെ അവര് മനസ്സിൽ കണ്ടതൊക്കെ പൊളിഞ്ഞു. മാനസയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് കൃപ തന്നെ കുറിച്ചാണ് പറഞ്ഞതെന്ന്. ചോദിക്കുന്നുണ്ട് അത്. കൃപയാണെങ്കിൽ അത് സമ്മതിച്ചുകൊണ്ട്, അതെ, ഞാൻ മാനസയെ കുറിച്ച് തന്നെ അങ്ങനെ പറഞ്ഞത്. ആന്റിയമ്മയാണെങ്കിലും കൃപയെ വഴക്ക് പറയുന്നുണ്ട്, ഞാൻ കുറച്ചു ദിവസമായിട്ട് നിന്നെ ശ്രദ്ധിക്കുക, നാവിന് ലൈസൻസ് ഇല്ലാത്ത പോലെയാണ് നീ സംസാരിക്കുന്നത്. എന്നാൽ കൃപ തിരിച്ചു പറയുന്നുണ്ട്, സംസാരിക്കുന്നവർ സംസാരിക്കാത്തതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കേണ്ടി വരുന്നതെന്ന്. ഇനി അതിനെപ്പറ്റി ഒരു ബഹളം വേണ്ടെന്ന് പറയുകയാണ് സുജാത. അപ്പോ തുടർന്ന് ചോദിക്കുന്നുണ്ട്, കൺമണി എപ്പോ പുറത്തിറങ്ങിയെന്ന്. ഉടനെ പുറത്തിറങ്ങുമെന്നും കൂട്ടിക്കൊണ്ടുവരാൻ ഏട്ടൻ പോയിട്ടുണ്ടെന്നും കൃപ അറിയിക്കുന്നുണ്ട്. എന്നാൽ മാനസയെ ആ കാര്യം ദേഷ്യം പിടിപ്പിക്കുന്നു. അതെന്തിനാ കൺമണിയെ കൂട്ടിക്കൊണ്ടു പോകാൻ കൃഷി പോയത്? ഏട്ടന് കുറച്ച് മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണെന്നാണ് കൃപ അതിന് കൊടുക്കുന്ന മറുപടി. തുടർന്ന് പറയും, അലിഗയിലെ സ്റ്റാഫാണ് കൺമണി. ഒരു സ്റ്റാഫിന് പ്രശ്നം വന്നാൽ ഉത്തരവാദിത്വമുള്ള MD ഇടപെടും. അതുമല്ല, കൺമണിയെ കൂട്ടാൻ ഏട്ടൻ പോയതില് മാനസയ്ക്ക് എന്തിനാ പ്രശ്നം? മാനസയെ ഇങ്ങനെ കുറ്റപ്പെടുന്നത് കേൾക്കുമ്പോ ആന്റിയമ്മയ്ക്ക് സഹിക്കുന്നില്ല. ആന്റിയമ്മ കൃപയെ വഴക്ക് പറയുന്നുണ്ട്. അപ്പൊ കൃപയാണെങ്കിലും പറഞ്ഞു പോവാണ്, ഞാൻ ഇപ്പൊ പറഞ്ഞതെല്ലാം കുറച്ച് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. അതെന്താന്ന് വെച്ചാ എല്ലാവരും ചുറ്റും നിൽക്കുന്നതുകൊണ്ട് ഞാനൊന്ന് മയത്തിൽ സംസാരിച്ചെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല എന്റെ സംസാരമെന്ന്. ഇതേസമയം സാഗറാണെങ്കിലും കൃപയോട് ദേഷ്യപ്പെടുന്നുണ്ട്, നിന്റെ നാവടക്കം പറയുന്നു. അപ്പൊ ആ കാര്യം കൃപ അങ്ങോട്ട് തുറന്നു പറയാണ്. ഇവിടെ ഇത്രയും സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയത് ആരാണെന്ന് അറിയാമോ? ഈ നിൽക്കുന്ന മാനസയാണ് കൺമണിയെ ജയിലിലാക്കിയത്. മാനസയാണെങ്കിൽ ഇത് കേട്ടിട്ട് താനൊന്നും അറിഞ്ഞിട്ടില്ല, താൻ നിരപരാധിയാണെന്നുള്ള മട്ടില് കൃപയോട് ചൂടാവുന്നുണ്ട്. നീ വെറുതെ സങ്കല്പിച്ചു ഓരോന്ന് പറയല്ലേ എന്ന് പറയുമ്പോ, സങ്കല്പിച്ചു പറയുന്നെന്നോ? ഞാൻ ചോദിക്കട്ടെ, എന്റെ മുഖത്ത് നോക്കി മറുപടി പറയണം. മാനസയല്ലേ കൺമണിയെ ഇങ്ങനെ പ്രശ്നത്തിൽ കുടുക്കിയത്? തെളിവുകൾ ഞാൻ കൊണ്ടുവരണോ? 2 ദിവസം മെനക്കെട്ടാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ നിരത്താം. വേണോ? എന്തായാലും കൃപയുടെ വായിൽ നിന്ന് ഇത്രയും കേൾക്കുന്നതും മാനസ പിന്നീട് ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. സാഗറിനും കൃപ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് തോന്നുകയാണ്. മാനസയോട് ചോദിക്കുന്നുണ്ട്, മാനസ, സത്യം പറ മോളെ,
കൺമണി ജയിലിലായതിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടോ? സുജാതയാണെങ്കിലും മാനസയോട്, മാനസേ എന്താ ശരിക്കും നടന്നത്, നീ തുറന്നു പറ. അപ്പൊ മാനസ സങ്കടമൊക്കെ അഭിനയിച്ചുകൊണ്ട് പറയാണ്, കൃഷിനെ നഷ്ടപ്പെടുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതിന് മറുപടി തരാൻ ആവശ്യപ്പെടുന്ന സാഗറിനോട് കൃപ ഇതിനിടയിൽ കയറി പറയാ, അച്ഛാ മാനസ ചോദിക്കുന്നതിനുള്ള ഉത്തരം തന്നെയാ പറഞ്ഞത്. മാനസ തന്നെയാണ് കൺമണിയെ കുടുക്കിയതിന് പിന്നിൽ. ആ പാവം കൺമണിയോട് ചെയ്ത ദുഷ്ടതകളുടെ ആഴം നിനക്കറിയാമോ? കൃപ ഇങ്ങനെ ഓരോന്നും എടുത്തടിച്ച് പറയുന്നത് കേട്ടിട്ട് ആന്റിയമ്മയും സുജാതയും ഒക്കെ മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കൃപ നിർത്തുന്നില്ല. ഏട്ടൻ നിങ്ങളെയൊക്കെ പേടിച്ച് ഉള്ളിലെല്ലാം മറച്ച് ഒന്നും പറയാതെ നിൽക്കും. പക്ഷെ എനിക്കാരെയും പേടിയില്ല. ഞാൻ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കി വേണമെങ്കിലും പറയും. ശേഷം മാനസയുടെ അടുത്ത് നിന്നിട്ട്, മാനസേ എനിക്കൊരു അപേക്ഷയുണ്ട്. ദയവായി എന്റെ ഏട്ടന്റെ പുറകെ നടന്ന് ഏട്ടന്റെ സമാധാനം ഇല്ലാതാക്കരുത്. മാനസ അപ്പൊ തിരിച്ചു പറയുന്നുണ്ട്, ഞാനിവിടെ നിൽക്കുന്നോണ്ടല്ലേ നീ എന്നെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്, ഞാൻ പോവുക. ഇതും പറഞ്ഞ് സങ്കടം അഭിനയിച്ച് പോകാൻ തുടങ്ങുന്നു. ആന്റിയമ്മയൊക്കെ ആണെങ്കിൽ മാനസയെ ചെന്ന് തടയുന്നുണ്ട്, പോവരുതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ കൃപ ആന്റിയമ്മയോട് പറയും, ആന്റിയമ്മയെ തടയണ്ട, പോകുന്നവര് പോട്ടെ. എന്നാൽ ഇത് പറയുന്നതും കൃപയോട് ചൂടായിട്ട് മാനസയുടെ പുറകെ പോവുകയാണ് ആന്റിയമ്മ ചെയ്യുന്നത്. സാഗറും സുജാതയാണെങ്കിലും എല്ലാം കൊണ്ടും വിഷമിച്ച് നിൽക്കുന്നു. അങ്ങനെ മാനസയുടെ പിന്നാലെ ചെന്ന ആന്റിയമ്മ, പോവരുത്, ഇവിടെ നിൽക്കാൻ തന്നെ പറയുമ്പോ, നിൽക്കാനോ എന്തിന്? അവളുടെ വായിലിരിക്കുന്നത് ഇനിയും കേൾക്കാനോ? ചാകാറായി കോമയിൽ കിടന്ന് അവളിപ്പോ 2 കാലം നിൽക്കുന്നതേ എന്റെ അച്ഛൻ കാരണ. എന്നിട്ടിപ്പോ എന്റെ നേരെ വിരല് ചുണ്ടുന്നു. പല്ലടിച്ച് കൊഴിക്കാനാണ് എനിക്ക് തോന്നുന്നത്. മാനസയോടൊന്ന് അടങ്ങാൻ പറയുന്നുണ്ട് ആന്റിയമ്മ. എന്നിട്ട് കൃപയെക്കുറിച്ച് പറയും, അവളൊരു കൊച്ചുകുട്ടിയല്ലേ മോളെ, ബെല്ലും ബ്രേക്കും ഒന്നുമില്ല, വളാന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. എന്നാൽ മാനസ അവൾ എന്നോട് വളാന്നൊന്നും അല്ല പറഞ്ഞത്, നല്ല വൃത്തിക്ക് മുള്ളും മൊനയും ഒക്കെ വെച്ചിട്ടാ സംസാരിച്ചത്. അവള് പറയുന്നതൊക്കെ അങ്കിളിനെ ആന്റിയും സ്വാധീനിക്കുകയും ചെയ്യും. ഉടനെ ആന്റിയമ്മ മാനസിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സുജു ഇനി അങ്ങനെ ഒരിക്കലും വാക്ക് മാറില്ല, നിനക്ക് വേണ്ടി തന്നെ നിൽക്കുവന്ന്. പിന്നെ നിന്റെ ഭാഗത്തും ഉണ്ട് കുറച്ച് മിസ്റ്റേക്ക്, നീ കാണിച്ചതും ശരിയായില്ല. നിനക്ക് വേണ്ടി ഞാൻ എന്തുമാത്രം സപ്പോർട്ട് ചെയ്തത്. അവസാനം നിങ്ങളുടെ കല്യാണം വരെ തീരുമാനിച്ചതല്ലേ, അതിനിടയിൽ നീ എന്തിനാ വരുണിനെ സഹായിക്കാൻ വേണ്ടി ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്ത്? മാനസയാണെങ്കിൽ അപ്പോഴും തന്റെ തെറ്റ് മനസ്സിലാക്കാതെ കൃപയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം ആന്റിയമ്മ മാനസയോടായിട്ട്, എന്റെ മോളെ അത് വിട്, നീ ചെയ്തത് ഒരല്പം എടുത്തുചാട്ടം തന്നെയോ. ആ കൺമണിക്കെതിരെ വരുണുമായി കൂട്ടിച്ചേർന്ന് ഇങ്ങനെ ഒരു നീക്കം വേണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കൺമണി അപമാനിക്കാൻ നീ ആ മരുന്നിട്ട് കൊടുത്തത്, അത് കാരണമാ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത്. ഇതൊക്കെ കേട്ട് മാനസിക ദേഷ്യം തോന്നുകയാണ് ആന്റിയമ്മയോടും. ആന്റിയമ്മയോട് ചോദിക്കുകയാണ്, ആന്റിയമ്മ അപ്പൊ ശരിക്കും ആരുടെ പക്ഷത്താ? മാനസെ, ഞാൻ നിന്റെ ഭാഗത്തായതുകൊണ്ടാണ് നിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വളയ്ക്കാം, പക്ഷെ ഒടിക്കരുതെന്ന് ചിലര് പറയില്ലേ, പക്ഷെ നീ ഒടിച്ചു കളഞ്ഞു. കൺമണിയെ അറസ്റ്റ് ചെയ്തതോടെ അവൾക്ക് സഹതാപം കിട്ടുകയാ ചെയ്തത്. കൺമണിക്ക് ജാമ്യം കിട്ടിയെന്ന് അറിഞ്ഞപ്പോ സുജാതയുടെയൊക്കെ സന്തോഷം കണ്ടില്ലേ? വെളുക്കാൻ തയ്ച്ചത് പാണ്ടായെന്ന് പറഞ്ഞാൽ മതി. കൺമണിയെയും കൃഷ്ണനെയും അകറ്റാൻ വേണ്ടി ചെയ്തത് ഫലത്തിൽ അവരെ അങ്ങ് കൂടുതൽ അടുപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് നിന്നെ ഇക്കാര്യത്തിൽ തുറന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. നിന്നെ അനുകൂലിച്ച് സംസാരിച്ചപ്പോ കൃപ എന്നെ വലിച്ചു കയറാൻ വന്നത് നീയും കണ്ടില്ലേ? ഏതായാലും എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടായിരുന്ന ആന്റിയമ്മ കൂടെ തന്നെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ മാനസിക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യമൊക്കെ ആവുന്നുണ്ട്. മതി ആന്റിയമ്മേ, മതി. എന്തായാലും ശരി, എനിക്ക് വേണ്ടി സംസാരിക്കാനും എന്നെ മനസ്സിലാക്കാനും ആരുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഏത് രീതിയിലും കൺമണിയെ കൊണ്ടുള്ള ശല്യം ഇല്ലാതാക്കാനാണ് ഞാൻ നോക്കുന്നത്. അതിനിടയിൽ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറും. അതും പൊക്കിപ്പിടിച്ച് എന്നെ കുറ്റപ്പെടുത്താൻ വരണ്ട ആന്റിയമ്മേ. അപ്പൊ ആന്റിയമ്മ വീണ്ടും കൺവിൻസ് ചെയ്യുന്നുണ്ട് മാനസയെ, നിന്നെ കുറ്റം പറഞ്ഞത് ഞാൻ നിനക്ക് വേണ്ടി തന്നെയാ. പിന്നെ കൺമണിക്കെതിരെ ഇങ്ങനെ ഒരു ബോംബ് പൊട്ടിച്ചാൽ കാര്യങ്ങളൊക്കെ നിന്റെ അച്ഛനറിയുമെന്ന് ഊഹിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി നിനക്ക് ഇല്ലാണ്ട് പോയല്ലോ. ഇപ്പൊ അതുകൊണ്ടല്ലേ നിനക്ക് ഇവിടുത്തെ താമസം അവസാനിപ്പിക്കേണ്ടി വന്നത്? എന്നാൽ ഉടനെ മാനസ ചോദിക്കുക, ആര് പറഞ്ഞു ഞാൻ ഇവിടുത്തെ താമസം അവസാനിപ്പിച്ചെന്ന്? ആന്റിയമ്മ നോക്കിക്കോ, ഞാൻ ഇവിടെ തന്നെ വരും. തൽക്കാലത്തേക്ക് എന്നെ തോൽപ്പിക്കാം, പക്ഷെ അവസാന ജയം എനിക്കായിരിക്കും ആന്റിയമ്മ. നിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജയിപ്പിക്കാനാ ഞാനും നോക്കുന്നതെന്ന് ആന്റിയമ്മയും പറയുന്നുണ്ട്. ഏതായാലും നീ അകത്തേക്ക് വാ, നമുക്ക് സുജാതയെ കണ്ടൊന്ന് സംസാരിക്കാം. എന്നാൽ ആന്റിയമ്മ വിളിച്ചിട്ട് മാനസ പോകുന്നില്ല. ഇപ്പൊ ഞാൻ എന്തായാലും വരുന്നില്ല. എന്നെ കണ്ടാൽ കടിച്ചു കയറാൻ വേണ്ടി അവൾ അവിടെ നിൽക്കുകയല്ലേ. എന്റെ അച്ഛന്റെ കാരുണ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയോള്. അവൾക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്, വരട്ടെ. എന്നെ വേദനിപ്പിച്ച ആരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാൻ ഒരിക്കൽ കൂടെ ആന്റിയമ്മയോട് പറയുക, സാഗറിന്റെയും സുജാതയുടെയും മരുമകളായി ഞാൻ ഈ വീട്ടിൽ തന്നെ തിരിച്ചെത്തും. ഇങ്ങനെയും ഒരു വെല്ലുവിളി മുഴക്കിക്കൊണ്ടാണ് മാനസ പോകുന്നത്. ഇതേ അവസരത്തിൽ സാഗറിനൊരു കോള് വരികയാണ്. ശങ്കർ മോഹനാണ് വിളിക്കുന്നത്. ലോഞ്ചിങ് സെറമണിയുടെ ഡേറ്റില് മാറ്റമൊന്നും ഇല്ലല്ലോ എന്ന് ഞങ്ങൾ ആ ദിവസം തന്നെ പ്രതീക്ഷിച്ചിരിക്കുക. അപ്പൊ ശങ്കർ മോഹൻ പറയും, സെറമണിയുടെ ഡേറ്റിൽ മാറ്റമൊന്നുമില്ല, പാരീസിൽ നിശ്ചയിച്ച ദിവസം തന്നെ ആ ഈവന്റ് നടക്കും. എന്നാൽ ഇവന്റിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ ഡിസൈനറെ ജയിലിൽ നിന്ന് പറഞ്ഞയക്കോ? ശങ്കർ മോഹൻ അത് പറയുന്ന കേട്ട് സാഗർ ആകെ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ശങ്കറിനോട് പറയും, ശങ്കർ, കൺമണിക്ക് ജാമ്യം കിട്ടി, കൺമണി നിരപരാധിയാ. എന്നാൽ ശങ്കർ മോഹൻ ഇത് കേട്ടിട്ട് ചോദിക്കുകയാണ്, കൺമണി നിരപരാധിയാണെന്ന് ഞാനോ സാഗറോ ഒന്നും അല്ലല്ലോ പറയേണ്ടത്, കോടതിയല്ലേന്ന്. ആ കുട്ടി തെറ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് എന്റെയും വിശ്വാസം. പക്ഷെ സാഗർ, നിയമത്തിന്റെ മുന്നിൽ
കൺമണി കുറ്റാരോപിതയാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ ഇവന്റിൽ പങ്കെടുപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഈ പ്രോജക്റ്റ് അലികയ്ക്ക് കിട്ടിയതിൽ നീരസമുള്ള ഒരുപാട് കമ്പനികളുണ്ടെന്ന് സാഗറിനും അറിയാലോ. അവർക്ക് എന്നോട് ദേഷ്യമുണ്ട്. ഒരു ചീറ്റിംഗ് കേസിൽ ഉൾപ്പെട്ട പ്രതിയാണ് കൺമണി എന്നുള്ള വാർത്ത വേദിയിൽ ഒരു ടോക്കാകും. ചടങ്ങിൽ കൺമണിയെ പങ്കെടുപ്പിക്കേണ്ട എന്നാണ് അതുകൊണ്ട് ഞങ്ങളുടെ തീരുമാനം. ഇതറിയുന്നതും സാഗർ ആകെ ഷോക്കാവുന്നുണ്ട്, വല്ലാതായി പോകുന്നുണ്ട്. ശങ്കർ മോഹനോട് പിന്നെയും പറഞ്ഞു നോക്കുന്നുണ്ട്. ശങ്കർ പറയുന്നതിനോടെല്ലാം പൂർണ്ണമായിട്ടും യോജിക്കാൻ കഴിയും. പക്ഷെ ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കുക എന്നുള്ളത് കൺമണിയുടെ വലിയൊരു സ്വപ്നമായിരുന്നു. കൺമണിയെ ഇതിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത് ഞങ്ങൾക്കും സന്തോഷമുള്ള കാര്യമായിരുന്നു. പക്ഷെ ഈ സിറ്റുവേഷനിൽ എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. സോറി സാഗർ. ഞങ്ങളുടെ ഈ തീരുമാനം സാഗറിനെ ഒഫീഷ്യലായിട്ട് അറിയിക്കുകയാണ്. ആ കുട്ടിയോടും ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. ഇങ്ങനെയും പറഞ്ഞ് ശങ്കർ മോഹൻ കോള് കട്ട് ചെയ്യും. സുജാതയ്ക്കാണെങ്കിലും സാഗറിന്റെ സംസാരത്തിൽ നിന്ന് കൺമണിക്ക് പാരീസിൽ പോകാൻ പറ്റില്ല എന്നറിയുന്നുണ്ട്. അങ്ങനെ കൺമണിയും കൃഷ്ണനെയും കാണാൻ എത്തിയിരിക്കുകയാണ് വാസുകിയും അയ്യപ്പനും കൂടെ. അവരെ കാണുന്നതും രണ്ടുപേർക്ക് ഒത്തിരി സന്തോഷമാവും. നിങ്ങളെന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കൺമണിയെ കാണാൻ വന്നതാ. കൺമണിക്ക് ജാമ്യം കിട്ടിയ കാര്യമെല്ലാം ഓഫീസിൽ നിന്ന് അറിഞ്ഞു. കൺമണിയുടെ വീട്ടിൽ വന്ന് കാണാൻ തീരുമാനിച്ചതാ. ഭാഗ്യത്തിന് ഇപ്പൊ കാണാൻ പറ്റി. കൺമണിയും പറയുന്നുണ്ട്, അപ്പൊ ഞാൻ ജയിലിൽ പോയതിന്റെ സങ്കടമൊക്കെ ഇപ്പൊ നിങ്ങളെ കണ്ടപ്പോ മാറിയെന്ന്. സത്യമായിട്ടും നിങ്ങളെ ഞാൻ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അയ്യപ്പരപ്പ ചോദിക്കുന്നുണ്ട്, അതെന്താ പ്രതീക്ഷിക്കാത്തെ? ഞങ്ങളുടെ ചടങ്ങില് നിങ്ങളെ രാജാവും റാണിയുമായിട്ട് സങ്കല്പിച്ചതേ തമാശയായിട്ടല്ല. ഞങ്ങൾക്ക് വേണ്ടി അന്ന് നിങ്ങൾ നിന്നു. നിങ്ങൾക്കൊരാപത്ത് വരുമ്പോ ഞങ്ങൾ നിൽക്കണ്ടേ? വാസുകിയും പറയുന്നുണ്ട്, അവിടെ നിന്ന് ഒരു വലിയൊരു പട തന്നെ വരാനിരുന്നതാ. ആദ്യം ഞങ്ങൾ പോയി കാര്യങ്ങൾ അറിയട്ടെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയേക്കുക. പിന്നെ കൺമണി ജയിലിലാന്നുള്ള വാർത്ത അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ടെന്ന്. കൺമണി ഒരു ചതിയോ വഞ്ചനയോ ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പകല് പോലെ സത്യമെന്നൊക്കെ പറയില്ലേ, അങ്ങനെ പകല് പോലെ സത്യമുള്ള ഒരു കാര്യമാണ് ഇതും. വാസുകിയും അയ്യപ്പനും കൂടെ ഇങ്ങനെയെല്ലാം പറയുന്നതായിട്ട് അത് ശരിയാണെന്ന് പറയുന്നുണ്ട് കൃഷും. ഇവരെല്ലാം തന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നോർത്ത് കൺമണിക്ക് ഒത്തിരി സന്തോഷം തോന്നുകയാണ്. പിന്നീടാണ് അയ്യപ്പൻ ആ കാര്യം അറിയിക്കുന്നത്. നിങ്ങളെ ദ്രോഹിച്ചവർക്കെല്ലാം ഞങ്ങൾ കണക്കിന് കൊടുത്തിട്ടുണ്ടെന്ന്. ആ മാനസികം വരുണുമല്ലേ ഇതിന്റെ പുറകിൽ. അവർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന്. വരുൺ ഇനി അടുത്ത കാലത്തൊന്നും എഴുന്നേൽക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ കൺമണിക്കും കൃഷ്ണനും മനസ്സിലാവുകയാണ് അവരെ ഇടിച്ചത് ഇവര് തന്നെയാണെന്നുള്ള കാര്യം. അപ്പൊ അയ്യപ്പൻ പറയും, അതെ, നിങ്ങളെ ആരെങ്കിലും ദ്രോഹിച്ചാൽ ഇനി ഏത് വമ്പനോ കൊമ്പനോ ആവട്ടെ, കണക്ക് ചോദിക്കാൻ ഞങ്ങൾ വന്നിരിക്കും. അയ്യപ്പന്റെയും വാസുകിയുടെ ഒക്കെ സ്നേഹം കാണുമ്പോൾ കൃഷി ചോദിച്ചു പോവാണ്, ഇതിനൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? അപ്പൊ വാസുകി, അതിന് ഞങ്ങൾ ഉപകാരം ചെയ്തതല്ലല്ലോ, നന്ദി കാണിക്കുന്നതല്ലേ. കൺമണിക്ക് ഒരു പേടി വരികയാണ്, വരുണിനെയൊക്കെ ഉപദ്രവിച്ചതിന് അയ്യപ്പനും വാസുകിക്കും ഒക്കെ എതിരെ എന്തെങ്കിലും കേസ് ഉണ്ടാവുമെന്ന്. അപ്പം അയ്യപ്പൻ ആ ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചിട്ട് പറയാണ്, കണ്ടില്ലേ, ഇതാണ് ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ്. ഞാൻ എന്റെ തോളിൽ തൂക്കിയെടുത്തിട്ടാ അവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടത്. അവൻ എന്റെ നേരെ എന്നിട്ട് എന്തെങ്കിലും നടപടി എടുത്തോ? ഇല്ലല്ലോ. പിന്നെ വാസുകി, അവൾ ഈ കഥയിലേ ഇല്ല. കൺമണിയും കൃഷ്ണനും കൂടെ അവരെ തന്റെ വീട്ടിലേക്കൊക്കെ ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ വാസുകി പറയും, വീട്ടിലേക്ക് വരുന്നതൊക്കെ പിന്നീട് ഒരിക്കലാവാൻ മോനെ, ഇപ്പൊ ഞങ്ങൾക്ക് വേഗം തിരിച്ചു പോകണം. ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ എല്ലാവരെയും അറിയിക്കേണ്ടതുണ്ട്. പോകുന്നതിന് മുൻപായിട്ട് വാസുകി അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇനിയിപ്പോ കല്യാണം വൈകിക്കണ്ട, അതിനുള്ള എല്ലാ സാഹചര്യവും മാനസികമായിട്ട് തന്നെ ഒരുക്കി തന്നില്ലേന്ന്. പെട്ടെന്ന് തന്നെ കല്യാണം ആവട്ടെ, അതിനെ നീട്ടിക്കൊണ്ട് പോകരുതെന്ന് അയ്യപ്പനും ഉപദേശിക്കുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞാലേ ആദ്യം വരേണ്ടത് പൊന്നുമേട്ടിലേക്കാ. ഞങ്ങളുടെ രാജാവിന്റെയും റാണിയുടെയും പട്ടാഭിഷേകം ഞങ്ങൾക്ക് അവിടെ നടത്തണം. വാസുകിയുടെ ഈ ആഗ്രഹമെല്ലാം കേട്ട് ചിരിക്കുകയാണ് കൃഷ്ണൻ കൺമണിയും. പിന്നീട് വാസുകിയും കൺമണിയും സന്തോഷത്തോടെ യാത്ര അയക്കുന്നു. കൃഷ്ണൻ കൺമണിയും പിന്നീട് കൃഷ്ണൻ കൺമണിയും പോകുന്നത് കൺമണിയുടെ വീട്ടിലേക്ക് തന്നെയാണ്. അവരെ കാണുന്നതും ഗോകുൽ ആഹ്ലാദത്തോടെ എല്ലാവരെയും വിളിച്ചറിയിക്കുകയാണ്, ദേ ആരാ വന്നിരിക്കുന്നതെന്ന് കണ്ടോ? അച്ചച്ച, അപ്പച്ചിമാരെ, എല്ലാവരും ഒന്ന് വാ. ഇതും പറഞ്ഞ് ഓടി അകത്തേക്ക് കയറി പോകും. ധനലക്ഷ്മിക്കാണെങ്കിൽ കൺമണി വന്നത് കണ്ടിട്ട് ആകെ പേടിയാവുന്നുണ്ട്. ഈശ്വര, ഇവള് വീണ്ടും വന്നോ? ഞാനാണ് ഇതിന്റെയൊക്കെ പുറകിലെന്ന് ഇവൾ അറിഞ്ഞു കാണുമോ? അതൊക്കെ ഓർത്താണ് ധനലക്ഷ്മിയുടെ ഭയം. കൺമണി വന്നത് കണ്ട് കൺമണിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് ശ്രീനിവാസനും ഗോകുലും. അവർ 3 പേരും പരസ്പരം സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. കൺമണി അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇനി വിഷമിക്കേണ്ട, ഞാൻ എത്തിയില്ലേന്ന്. ശ്രീനിവാസനും ആശ്വാസത്തോടെ പറയാണ്, ഇനിയിപ്പോ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന്. ഇല്ലെന്ന് മറുപടി കൊടുക്കുന്നുണ്ട് കൃഷും. അങ്ങനെ കൺമണിയോട് നന്നായിട്ട് റെസ്റ്റ് എടുക്കാനും നാളെ നമുക്ക് ഓഫീസിൽ കാണാമെന്നും പറഞ്ഞ് കൃഷി വേഗം പോകാൻ തുടങ്ങുന്നതും ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് കൺമണി പറയുന്നുണ്ടെങ്കിലും, ഇല്ല കൺമണി, കുറെ വർക്കുണ്ട്. എന്നാൽ ഗോകുലും ശ്രീനിവാസനും ഒക്കെ കൂടെ കൃഷ്ണനെ നിർബന്ധിക്കുകയാണ്, ഒരു 5 മിനിറ്റ് അതിനുള്ളിൽ ചായ റെഡി, എന്നിട്ട് പോയാൽ മതിയെന്ന്. അങ്ങനെ കൃഷ്ണ അതിന് സമ്മതിക്കും. ചായ തയ്യാറാക്കാനായി അങ്ങനെ ശ്രീനിവാസനും ഗോകുലും അകത്തേക്ക് പോകും. അതേസമയം കൃഷ്ണ കൺമണിയോട് ചോദിക്കുകയാണ്, കൺമണി ഹാപ്പി അല്ലേ എന്ന്. അതെ സാർ, സാറ് കൂടെ ഉണ്ടല്ലോ, അതിൽ ഒരു സന്തോഷം എനിക്ക് വേറെ എന്ത് കിട്ടാനാ. പിന്നെ സാർ, പാരീസിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാനിരിക്കുകയല്ലേ? ഇനി കേസും കൂട്ടവും ഒക്കെ വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? പാസ്പോർട്ടിനൊക്കെ കുഴപ്പം വരുമോ? കൺമണിയുടെ ഈ ചോദ്യം കേട്ട് കൃഷും നിരാശയോടെ നിൽക്കുകയാണ്. എന്നിട്ട് കൺമണിയോടായിട്ട്, കൺമണി, ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ സാവകാശം അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മിണ്ടാതിരുന്നത്. പാരീസിലെ
നമ്മൾ ഒരുമിച്ച് പോകും. അത് പക്ഷേ ശങ്കർ മോഹൻ പ്രോജക്റ്റിന് വേണ്ടിയല്ല, അല്ലാതെ നമ്മൾ പോകും. അതിൽ നിന്നും കൺമണിക്ക് മനസ്സിലാവുന്നുണ്ട് പ്രൊജക്ട് ലോഞ്ചിങ്ങിൽ തനിക്ക് പങ്കെടുക്കാൻ പറ്റില്ലെന്ന്. കണ്ണൻ അറിഞ്ഞുകൊണ്ട് പറയും, ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. ജയിലിൽ കിടന്ന ഒരാളെ, അതും വഞ്ചനാ കുറ്റം രജിസ്റ്റർ ചെയ്ത ഒരാളെ ഇത്തരം ഫംഗ്ഷൻ അയക്കാൻ പാടില്ലല്ലോ. എന്നാൽ കൃഷ് കൺമണി അറിയിക്കുന്നുണ്ട് ഇത് അലിഗയുടെ പ്രശ്നമല്ലെന്നും. ശങ്കർ മോഹൻ സാറ് അച്ഛനെ വിളിച്ചിരുന്നു, കേസിൽ ഉൾപ്പെട്ടതുകൊണ്ട് ഒന്ന് മാറ്റി ചിന്തിക്കാൻ പറഞ്ഞു. പിന്നെ ലോഞ്ചിങ് സെറമണിയിലും പത്രക്കാരൊക്കെ കാണും, കൺമണിയോട് ചോദ്യങ്ങളും ചോദിക്കും. മലയാളം റിപ്പോർട്ടേഴ്സ് മോശമായിട്ട് വാർത്ത കൊടുക്കും, അതൊക്കെ കൺമണിക്ക് ക്ഷീണമാകും. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാ കൺമണിയെ ഒഴിവാക്കിയത്. പിന്നെ ഡിസൈനിങ് ക്രെഡിറ്റ് ഒക്കെ കൺമണിക്ക് തന്നെയാ. കൺമണിയോട് അതുകൊണ്ട് വിഷമിക്കാതിരിക്കാനും കൃഷ് പറഞ്ഞപ്പോൾ കൺമണി കൃഷിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കൃഷിനെ കെട്ടിപ്പിടിക്കും.